നാടുകളിൽ നിന്ന് ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ടല്ലോ, പരിശുദ്ധമായ ദുൽഖഅദ മാസം കടന്നു വന്നിരിക്കുകയാണ്. ഹാജിമാർ പുണ്യമായ മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ടവർ, കൂട്ടുകാരിൽപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, നാമുമായി ബന്ധപ്പെട്ടവർ പരിശുദ്ധമായ പുണ്യമായ ഭൂമിയിലേക്ക് ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോ അവരുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. എന്നിട്ട് അവരോട് ദുആ വസിയ്യത്ത് നടത്തണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്. ഹാജിമാരാരെന്നറിയുമോ? ഉംറയ്ക്ക് വേണ്ടി കടന്നു പോകുന്നവരാരെന്നറിയുമോ? വെള്ളവസ്ത്രധാരികളായിട്ട് പുണ്യമായ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മക്കത്തേക്ക് ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി കടന്നു പോകുന്നവരാരെന്നറിയുമോ? അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവേശ്വരനും സർവാധിപതിയും സർവലോക പരിപാലകനും സർവലോക സംഹാരകനുമായ ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ പടച്ചവന്റെ അതിഥികളാണ് ഹാജിമാർ, ഉംറ ചെയ്യാൻ പോകുന്നവർ. എന്നിട്ട് ഹബീബായ പ്രവാചകൻ അവിടെന്നോ പറയുകയാ, അവർ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അവരെന്ത് ദുആ ചെയ്താലും അജാബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആ സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി പാപമോചനം അവർ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി അവർ പാപമോചനം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കു വേണ്ടിയാണോ പാപമോചനം അവർ ചോദിച്ചത്, ആ മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹാജിമാരും ഹജ്ജുമ്മമാരും ഒക്കെ നമ്മുടെ വീടുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന് പുണ്യമായ ഭൂമിയിലേക്ക് യാത്ര തിരിക്കുമ്പോ അവരെ യാത്രയാക്കുന്നതിനു വേണ്ടി അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം. എന്നിട്ടോ അവരോട് സലാം പറഞ്ഞ് അവരുടെ യാത്രകൾക്ക് വേണ്ടി നല്ല രീതിയിൽ ദുആ ചെയ്ത് അവരോട് ദുആ വസിയ്യത്ത് നടത്തണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ വാക്കേതെന്നറിയുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്, ഏറ്റവും കൂടുതൽ ആഹ്ലാദമുണ്ടായത് ഹബീബായ പ്രവാചകന്റെ ഒരു വാക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പരിശുദ്ധമായ ഉംറ ചെയ്യുന്നതിനു വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നു. എന്നിട്ട് മക്കയിലേക്ക് ഉംറ ചെയ്യുന്നതിനു വേണ്ടി പോകുവാനുള്ള അനുവാദം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എനിക്ക് അനുവാദം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ലാ തൻസനാ യാ ഉഖയ്യ മിൻ ദുആ ഫീ ദുആഇക. ഉമറേ, നിന്റെ ദുആകളിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ദുആകളിൽ നീ എന്നെ മറക്കരുത്. എപ്പോഴും നിന്റെ ദുആയിൽ എന്നെ നീ ഓർമ്മിക്കണേ, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് ഹബീബായ പ്രവാചകൻ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ഹബീബായ പ്രവാചകന് ഉമർ തങ്ങളുടെ ദുആയുടെ അത്യാവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഉമർ തങ്ങളുടെ ദുആ വേണമെന്നില്ല. പക്ഷേ പുണ്യമായ ഭൂമിയിലേക്കാണ് കടന്നു പോകുന്നത്, പരിശുദ്ധമായ ഒരു കർമ്മത്തിനു വേണ്ടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാ, പ്രിയപ്പെട്ട ഉമറേ, നിന്റെ ദുആകളിൽ നീ എന്നെ മറക്കരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഹാജിമാര് ഹജ്ജിനു വേണ്ടി പോകുമ്പോ, ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ അവരുടെ അടുക്കൽ കടന്നു ചെന്ന് അവരുടെ കൈ പിടിച്ചു ദുആ വസിയ്യത്ത് നടത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്.